ഏറെ ആശങ്കയുണർത്തുന്ന വാർത്തയാണ് പ്രവാസ ലോകത്തു നിന്നും പുറത്തേക്ക് വരുന്നത്. കൊറോണ വൈറസ് താണ്ഡവമാടുന്ന ബ്രിട്ടനിൽ കോവിഡ് വൈറസ് ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചതായി റിപ്പോർട്ട്. ബിർമിംഗ്ഹാമിൽ താമസിക്കുന്ന ഡോക്ടർ അമൃതീനാണ് മരിച്ചത്. കോട്ടയം കങ്ങാട് സ്വദേശിയായ ഇദ്ദേഹം 2 ആഴ്ചയായി വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. ബ്രിട്ടനിൽ കോവിഡ് ബാധിച്ച് മരിക്കുന്ന 6ാമത്തെ മലയാളി കൂടിയാണ് ഡോക്ടർ അമൃതീൻ. ഇദ്ദേഹം 3 ആഴ്ചയായി കോവിഡ് ബാധിതനായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. അതോടൊപ്പം തന്നെ 2 ആഴ്ച മുമ്പാണ് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചത്. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം NHSൽ നിന്ന് വിരമിച്ച അദ്ദേഹം കുടുംബത്തോടൊപ്പം വിശ്രമ ജീവിതം നയിച്ച് വരികയായിരുന്നു. പരേതനായ ഡോക്ടർ മീരാൻ റാവുത്തറുടെ മകൻ കൂടിയാണ് ഇദ്ദേഹം. കൊല്ലം സ്വദേശിയായ ഡോക്ടർ ഹസീനയാണ് ഭാര്യ. നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു അമൃതീൻ. അമൃതീന്റെ പിതാവിന്റെ പേരിൽ തിരുവനന്തപുരത്തുള്ള ഡോക്ടർ മീരാൻ റാവുത്തർ മെമ്മോറിയൽ ചികിത്സകൾക്കായി എത്തുന്ന 100 കണക്കിന് രോഗികൾക്ക് സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ചികിത്സാ സഹായവും നൽകുന്നുണ്ട്. ഒപ്പം ഒത്തിരിയേറെ പ്രവാസി മലയാളികൾ ഇതിനോടകം തന്നെ മരിക്കുകയുണ്ടായി, അതും നാടിന് ഏറെ പ്രിയപ്പെട്ടവർ. അതേസമയം ബ്രിട്ടനിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 10,000 കടന്നു. 900-ലധികം പേരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. 917 ആശുപത്രിയിലെ മരണങ്ങളുടെ കണക്കുകളാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. ബ്രിട്ടനിൽ മരണസംഖ്യ കുതിക്കുമെന്നാണ് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ 9,875 മരണങ്ങളായിരുന്നു ബ്രിട്ടനിൽ ഉണ്ടായിരുന്നത്. ഇന്നലത്തെ കണക്കുകൾ കൂടി പരിശോധിക്കുമ്പോൾ മരിച്ചവരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് മലയാളികളെ ഏറെ ആശങ്കയിലാഴ്ത്തുകയാണ്. ബ്രിട്ടനിലെ 80,000-ഓളം പേർക്ക് വൈറസ് ബാധിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നാണ് ലഭ്യമാക്കുന്ന വിവരം. ശരീരം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ അറിയിക്കുകയുണ്ടായി. വൈറസ് വ്യാപനത്തെ തുടർന്ന് ബ്രിട്ടനിൽ ഏർപ്പെടുത്തിയ ലോക്ക്ഡൌൺ 3ാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബ്രിട്ടനിൽ ഇന്നലെ കോവിഡ് ബാധിച്ച് മരിച്ചവരിൽ മലയാളികളുടെ സ്വന്തം അമർഡയസും ഉൾപ്പെട്ടിരുന്നു. ബ്രിസ്റ്റൽ വെസ്റ്റേൺ സൂപ്പർ മേയറിലെ അമർഡയസ് എന്ന 50-കാരന്റെ മരണം ബ്രിട്ടനിലെ മലയാളികൾക്കെല്ലാം ഇത് നൊമ്പര കാഴ്ചയായി മാറുകയാണ്. ഗോവക്കാരനാണെങ്കിലും കോഴിക്കോട് കുടരഞ്ഞി സ്വദേശിയായ മിനിയെ വിവാഹം കഴിച്ചത് മുതൽ മലയാളിയായാണ് അമർ ജീവിച്ചത്. മലയാളികളെയും മലയാളത്തെയും സ്നേഹിച്ച അദ്ദേഹം എല്ലാ മലയാളി സദസ്സുകളിലും സജീവ സാന്നിധ്യം കൂടിയായിരുന്നു. ഇത്തരത്തിൽ മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട, മലയാളികളെ ഏറെ അക്കമഴിഞ്ഞ് സഹായിക്കുന്ന പ്രവാസികളാണ് കൊറോണ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മരണമടയുന്നത്. ഇത്തരം വാർത്തകൾ ഏറെ നൊമ്പരമുണർത്തുകയാണ്. എന്നാൽ ബ്രിട്ടനിൽ നിന്ന് പുറത്തുവരുന്ന ഏറെ ആശ്വാസകരമായ വാർത്ത എന്നത് കോവിഡ് മൂലം മരിക്കുന്നവരെ അമേരിക്കയിലും ഇറ്റലിയും ചെയ്യുന്നത് പോലെ കൂട്ടമായി സംസ്കരിക്കുന്ന രീതിയും ഇല്ല. പുരോഹിതനും സഹായിയും അടക്കം 10 പേർക്കാണ് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരവും ഒരുക്കിയിരിക്കുന്നത്. ആശുപത്രിയിൽ നിന്നും ഫ്യൂണറൽ ഡയറക്ടേഴ്സ് വഴി സംസ്കരിക്കാൻ കൊണ്ടുവരുന്ന മൃതദേഹം നേരിൽ കാണാൻ ആർക്കും അനുമതി ഉണ്ടാകില്ല. സാമൂഹിക അകലത്തിന്റെ വ്യവസ്ഥകൾ പാലിച്ച് അടുത്ത ബന്ധുക്കൾക്ക് ആദരാഞ്ജലിയും അർപ്പിക്കാം. പരമ്പരാഗത രീതിയിൽ സംസ്കരിച്ചാൽ മരണ സർട്ടിഫിക്കറ്റിനൊപ്പം മൃതദേഹം ദഹിപ്പിക്കുകയാണെങ്കിൽ ചിതാഭസ്മം ബന്ധുക്കൾക്ക് നൽകുകയും ചെയ്യും.